നന്നായിട്ട് ദുആ ചെയ്യാം. ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രം ദീർഘായുസ്സോടുകൂടി ഈ ഖുർആൻ ഇങ്ങനെ ഉദ്ധരിച്ച് പ്രസംഗിച്ച് ഒരു പ്രസംഗവേദിയിൽ ഷഹീദായി വീണ് മരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. അബൂദർ ഗിഫാരി ഇസ്ലാം സ്വീകരിക്കാൻ ദാറുൽ അർക്കമിലെത്തി. ഒന്ന് പറയൂ, ദാറുൽ അർക്കമിൽ ആദ്യമായിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ ആളാണ് ആര്? നബീനോട് നമ്മളിപ്പോൾ പറയുന്ന അസ്സലാമു അലൈക്കും ഉണ്ടല്ലോ, അത് ആദ്യം പറഞ്ഞ ആളാരാണ്? അബൂദർ ഗിഫാരി. ഈ അറിവ് കിട്ടിയോ? നോട്ട് ചെയ്തോ? ഈ മനുഷ്യനെ പറ്റി റസൂൽ പറയാണ്, ഏകാഗിയായി ജീവിച്ച് ഏകാഗിയായി മരിച്ച് ഏകാഗിയായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ആകാശത്തിൻ്റെ ചുവട്ടിലെ ഏറ്റവും വലിയ ജിഹാദ് നടത്തിയ മനുഷ്യനാണ് ആര്? അബൂദർ ഗിഫാരി. എന്താ കാരണം? അദ്ദേഹത്തിന് ഇസ്ലാം കിട്ടി. റസൂൽ പറഞ്ഞു, നിന്റെ നാട്ടിൽ പോയിട്ട് നിന്റെ ഗോത്രത്തിൽ പോയിട്ട് ഇത് പറ. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഗോത്രത്തിൽ അദ്ദേഹം അനുജനുണ്ട്, അനീസിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇസ്ലാമാണ് സത്യം, മരണാനന്തൊരു ജീവിതമുണ്ട്. അങ്ങനെ അനീസ് ഇസ്ലാമായി. എന്നിട്ട് രണ്ടാളും കൂടി അവർക്ക് ഏറ്റവും പ്രിയങ്കര ആരോടായിരിക്കും? ഒരു ഉമ്മാനോട്, ഒരു ഉമ്മൻ്റെ അടുത്ത് നിന്ന്. അൽഹംദുലില്ലാഹ് ഉമ്മ ഇസ്ലാം സ്വീകരിച്ച്. പിന്നെ ഈ 3 പേര് എന്താ ചെയ്യണേ? ഈ 3 പേര് ഓരോ വീട്ടിൽ കയറുകയാണ്. അയൽപ്പക്കത്ത് ഇസ്ലാം പറയാണ്, ഇറങ്ങിപ്പോരുകയാണ്. അടുത്ത വീട്ടിൽ കയറുകയാണ്, ഇസ്ലാം പറയാണ്, ഇറങ്ങിപ്പോരുകയാണ്. ആ ഗോത്രം മുഴുവനും ഇസ്ലാമായി. കുറേ കാലം പിന്നിട്ടിട്ട് ഈ ഗോത്രത്തെയായിട്ട് നബീൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പം ദൂരേന്ന് റസൂൽ പേടിക്കാണ്, സൈന്യവും മറ്റെന്തോ ആണ് വരുന്നത്. അടുത്തടുത്ത് വരുമ്പോൾ മുന്നിലൊരാൾ. ആരാ? അബൂദർ ഗിഫാരി. ഈ വലിയ ടീമിനായിട്ട് വന്നിട്ട് നബീൻ്റെ അടുത്ത് പറഞ്ഞു, അന്ന് മക്കത്തുനിന്ന് മടങ്ങിപ്പോയിട്ട് ഇവരോടൊക്കെ ദീന് പറയാൻ പറഞ്ഞിട്ട് ഞാനിതാ നബിയെ ഈ ആളുകളോടൊക്കെ ഇസ്ലാം പറഞ്ഞു, ഇവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചു. മഹാനായ റസൂൽ എന്ന് പറഞ്ഞു, അബൂദർറേ, ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും വലിയ ജിഹാദാണ് അബൂദർറേ. നീ കാരണം ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ ലോകം മുഴുവനും നേടിയതുപോലെ. അവൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഖുർആനിലെ 41-ാം അധ്യായം 33-ാമത്തെ വചനം. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരോട് പഠിക്കണം നിങ്ങൾ. 2010 ഹദീസാണ് ആയിഷ ബീവി ലോകത്തിന് നൽകി. 2010 ഹദീസ് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. സഹോദരിമാരെ നിങ്ങൾ പഠിക്കണം, വായിക്കണം. അമാനുവലയുടെ പരിഭാഷയെങ്കിലും വായിക്കണം. ഹദീസ് ഗ്രന്ഥങ്ങൾ കൊണ്ടുവെക്കണം. ഡെയിലി പഠനം ഉണ്ടാകണം. എന്തുകൊണ്ടെന്നറിയോ? ഖബറിൽ വിചാരണ ചെയ്യുമ്പോൾ ചോദിക്കുന്നുണ്ട്, നിന്റെ ഇമാം ആരാണ്? നിന്റെ ഇമാം ആരാണ്? അൽ ഇമാമു അൽ ഖുർആൻ, എന്റെ ഇമാമാണ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചോദിക്കും, നീ ദീനനുസരിച്ച് ജീവിച്ചിരുന്നോ? അതേ റബ്ബേ, ഖുർആനിൽ നിന്ന് ഞാൻ പഠിച്ചിരുന്നു, ആ പഠിച്ചത് ഞാൻ നടപ്പാക്കിയിരുന്നു. ഖുത്ബിയത്ത് ഞാൻ വായിച്ചിരുന്നു റബ്ബേ എന്നല്ല. ഇനി ഒരു വാചകം. സമയത്രയായി? കണ്ണിന് നല്ല പ്രശ്നം. 3 മിനിറ്റ് കൊണ്ട് وقال الرسول يا ربي إن قومي اتخذوا هذا القرآن مهجورا. അധ്യായം എത്ര? ഒന്നുകൂടെ പറഞ്ഞു നോക്കിയ. وقال الرسول, ഞാൻ പറയാം. ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم اتخذ فلانا خليلا لقد أضلني عن الذكر. അത് കഴിഞ്ഞിട്ടാണ് وقال الرسول يا ربي إن قومي اتخذوا هذا القرآن مهجورا. അതാരത്? സൂറത്ത് ഫുർഖാനിലെ 30-ാമത്തെ വചനമാണ്. എന്താ പറയുന്നറിയോ? വഖാല റസൂൽ പറഞ്ഞു, യാ റബ്ബി, എൻ്റെ റബ്ബേ, എൻ്റെ ജനത ഖുർആനെ തള്ളിക്കളഞ്ഞു. നോക്കിങ്ങള് ഞാൻ ഒരു ഗ്രൂപ്പിൽ ആയത്ത് മാത്രം പറഞ്ഞ് പ്രസംഗിക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഞാൻ ആ ഗ്രൂപ്പിൽ ചെയ്ത പ്രസംഗം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫോർവേഡ് ചെയ്ത് തരും. നിങ്ങളെ കൽബ് ഞെട്ടിപ്പോവും.
അതിലെ മൊയ്ലിയാര് കുട്ടികൾ ഖുർആാനിനെതിരെ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടാൽ, എൻ്റെ ഒരു ഖുർആന് ഇങ്ങനെ കവലപ്രസംഗം നടത്തുക. മൊയ്ലിയാര് കുട്ടികൾ ചോദിക്കണി. ഞാൻ ചോദിച്ചു ഖുർആാനോ? എന്നിട്ട് ഞാൻ അവനൊരു വാചകം പറഞ്ഞു കൊടുത്തു. കവലയിൽ പ്രസംഗിച്ച നബീനോട് അബൂജഹൽ പറയുന്ന ഒരു വാക്കുണ്ട്, ഈ കവലപ്രസംഗം നടത്തുക. ഏത് പറഞ്ഞപ്പോൾ ആയത്തുദ്ദീൻ അതിനെപ്പറ്റി ഖുർആൻ എന്താ പറയുന്നറിയോ? അതിനെപ്പറ്റി ഖുർആൻ പറയണെന്നറിയോ? അതായത് അതെവിടെയാണ്? സൂറത്ത് മുസ്ലിത്തിൽ 26 അല്ലാഹ് പറയാണ്, വഖാലല്ലദീന കഫറൂ ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ. ഉഖാലയിലും ദുൽമജാസിലും മജന്നായിലും നബി ഓതുന്ന ഖുർആൻ നിങ്ങൾ കേൾക്കരുത്. ഞാൻ ഈ കൗമിന് ഈ ആയത്ത് പറഞ്ഞതിന് ശേഷം ആ ഗ്രൂപ്പിൽ ഒരു സുന്നി സുന്നി പറയാണ്, സാർ എത്രയൊന്നും ചിന്തിച്ചില്ല, സോറി കേട്ടോ. നിങ്ങൾ അറബി കോളേജിൽ നിന്ന് പഠിച്ചു വരുന്ന മൈലാരുട്ടികളെ കുറിച്ച് നിങ്ങളെ ധാരണ എന്താ? നിങ്ങൾക്കറിയുന്ന ഖുർആൻ വചനം പോലും അറിയാത്ത കൗമാണ് ഇറങ്ങുന്നത്. നേരത്തെ നിങ്ങളൊരു അറബി കിതാബ് എടുത്ത് നോക്കി, ഒരു വായിക്കും, അർത്ഥം വെക്കും, നിങ്ങളെക്കാൾ അർത്ഥം വെക്കും. എന്നാൽ ഖുർആനിന് 10 ആയത്ത് ഓതാൻ പറഞ്ഞു നോക്ക്, പറഞ്ഞേ മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അല്ലാഹു നമുക്ക് ഖൈർ നൽകട്ടെ. പറഞ്ഞ വാക്ക് പാലിക്കുന്നു, അവസാനിപ്പിക്കുന്നു. ക്ഷമിക്കണം, നല്ലോണം പഠിക്കണം. നമുക്ക് വേണ്ടി ഒറ്റക്ക് റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ന് നമ്മൾ സൂറത്ത് ഖാഫ് ഓതി അല്ലേ? എൻ്റെ ഏറ്റവും ഒടുവിലത്തെ ആയത്തെന്താ? സൂറത്ത് ഖാഫിലെ ഏറ്റവും ഒടുവിലത്തെ ഒന്ന് പറ. ഫമൻ കാന യർജു ലിഖാ റബ്ബി ഫല്യഅമൽ അമലൻ സ്വാലിഹ. ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സത്കർമ്മങ്ങൾ ചെയ്യുകയും അവനിൽ ഒന്നിനെയും നോക്കൂ, സത്കർമ്മം ചെയ്തിട്ട് കാര്യമില്ല. തൊട്ട് പറയുന്നതാണ് വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദ. കേട്ടോ, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്തവരായിട്ട് പടച്ചവനെ കണ്ടുമുട്ടാനും അമലി ചെയ്യാനും നാം ശ്രമിക്കുക. നമ്മുടെ യൗവനം ഒരിക്കലും പാഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ എനിക്ക് വേണ്ടി നന്നായിട്ട് ദുആ ചെയ്യണം. ഷുഗറിൻ്റെ ഏറ്റവും ടോപ്പിൽ 12.2 നിന്ന് ഇൻസുലിൻ കയറ്റി തളർന്നു, കാലൊക്കെ നീർക്കെട്ടെടുത്ത് കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ദുആ ചെയ്യുക. ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രം ദീർഘായുസോടുകൂടി ഈ ഖുർആൻ ഇങ്ങനെ ഉദ്ധരിച്ച് പ്രസംഗിച്ച് ഒരു പ്രസംഗവേദിയിൽ ഷഹീദായി വീണ് മരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. അള്ളാഹു ഖൈർ നൽകട്ടെ. എല്ലാവിധ തിന്മകളിലും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരുകൊള്ളുന്ന വെയിലത്ത് അർശിന് തണം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.